ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ കോൺഗ്രസിനായി ഇന്ന് പ്രചാരണത്തിന് പോകും. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ഹരിയാനയിലെ നൂഹിൽ നിന്ന് വിനീത വി ജി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഹരിയാനയ്ക്ക് എങ്ങനെയുണ്ട് വിനീത? പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാവിലെയോട് കൂടിയാണ് നമ്മളിങ്ങനെ ഹരിയാനയിലേക്ക് എത്തിയത്. ഹരിയാനയിൽ ഇന്ന് കലാശക്കൊട്ടാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വേദിയിലാണ്. ഇവിടെ രാവിലെ 10 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി എത്തുമെന്നാണ് പറയുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ നിന്നുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ, ഇവിടുത്തെ ഒരു നേതാവാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. प्रोग्राम कितना बजे स्टार्ट हुआ? आज हमारे मेवात हरियाणा की नूह धरती पर सुबह 10 बजे श्री राहुल गांधी जी यहाँ तशरीफ़ ला रहे हैं और जल्द ही शुरू होगा. अभी मेवात के लोग यहाँ आने शुरू हो चुके हैं धीरे धीरे. कैंपेन का लास्ट डे, वो आपका एक्सपेक्टेशन कैसा है? लास्ट डे है आज हमारा यहाँ पे हरियाणा कैंपेन चुनाव का. आज शाम 5 बजे चुनाव प्रचार बंद हो जाएगा, तो इसलिए आज आखिरी दिन है. तो इसलिए सुबह 10 बजे राहुल गांधी जी यहाँ पहुँच रहे हैं. वो पूरा अरेंजमेंट हो गया? हाँ, पूरा अरेंजमेंट हो गया. आप देख सकते हैं जिस तरीके से मंच सज चुका है. लोगों का इंतजार है, बस अब लोग आने वाले हैं. बहुत अच्छे से यहाँ इंतजाम किया गया. आप देख सकते हैं सारी चीज़ें, बहुत बेहतरीन सुविधा यहाँ उपलब्ध है. എസ് കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നൂഹിലാണ്. നൂഹിലെ ഈ പ്രചരണ റാലി ആരംഭിക്കാൻ പോകുന്ന മേഖലയിലാണ് നിൽക്കുന്നത്. ഇവിടെ 10 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരും. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇന്ന് പ്രചരണം ഈ അവസാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. BJPയും കോൺഗ്രസുമാണ് പ്രധാന ശക്തികൾ. BJPയുടെ റാലി നയിക്കുന്നതും പ്രചരണ പരിപാടികൾക്കൊക്കെ ശക്തി പകരുന്നതുമൊക്കെയായി കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അമിത്ഷായാണ് BJPക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ BJPക്ക് വേണ്ടി എത്തിയിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനായും എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നേർക്കുനേർ മുട്ടുന്ന 2 ശക്തികൾ തന്നെയാണ് BJPയും കോൺഗ്രസും. ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ BJP തേടുന്നത്. പക്ഷേ അതേസമയം ഈ ഹരിയാന തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. നിർണായകമാകുന്ന 2 മേഖലകൾ, അല്ലെങ്കിൽ നിർണായകമാകുന്ന 2 ഘടകങ്ങൾ ജാട്ട് വോട്ടുകളും അതോടൊപ്പം തന്നെ കർഷക വോട്ടുകളുമാണ്. അവർ രണ്ടുപേരും ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 2 വിഭാഗക്കാരും വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമുണ്ട്. ഒരു വശത്ത് കർഷക സമരം, ഒപ്പം തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമൊക്കെ ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. എന്താണെങ്കിലും നമ്മൾ രാവിലെയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിൽ കൂടി എത്തിക്കുന്നതായിരിക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു. ഹരിയാനയിൽ നിന്ന് വിനീത വി ജിയാണ് നമുക്കൊപ്പം ചേർന്നത്.